ഹായ് ഫ്രണ്ട്സ് കേട്ടുമ്പോൾ ഹീറോ ഇങ്ങനെ പാലെടുത്തോണ്ട് വന്ന് മുഴുവൻ 7 വരെ കുടിച്ച് ഹീറോയ്ക്ക് കൊടുത്ത് അങ്ങനെയായിട്ട് 7 വരെ പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. ഹീറോയിൻ എന്താ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത്? എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാ? ഹീറോയിൻ പിടിച്ചു ബെഡ് തള്ളിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ തല്ലി ബെഡിൽ ചെയ്യാൻ തുടങ്ങി. 7 വരെ ഹീറോയിന് റൊമാൻസ് ടോയ്ഡാക്കി വെച്ച് ഹീറോയിൻ സാഡായിട്ട് ഓരോന്ന് പറയാനൊക്കെ ഹീറോയിനെ കൂടെ ഓരോ നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മന്ത് ഹീറോയിൻ വെച്ചിട്ട് അവർ കിസ് ചെയ്തായിരുന്നു. അങ്ങനെ 1 മന്ത് കഴിഞ്ഞായിരുന്നു. 1 മന്ത് കുറച്ച് കഴിഞ്ഞായിരുന്നു. 1 മന്ത് കഴിഞ്ഞ് അങ്ങനെ ഹീറോയ്ക്ക് സാഡായിരുന്നു. അയ്യോ മാമ ഞങ്ങൾ മിസ് ചെയ്യാൻ പോവാം. സോക്കെ ബേബി പച്ചക്ക കിസ് അടിച്ചു. ശരി നീ പോയിക്കോ കോളേജൊക്കെ എന്ന് പറഞ്ഞാൽ ഹീറോയ്ക്ക് ഹാപ്പി ആയിരുന്നു. ടയർഡായിരുന്നു. അങ്ങനെ ഹീറോയിൻ 7 പേരെ കൂടെ എൻജോയ് ചെയ്തായിരുന്നു. അവർ കൂടെ ക്ലോസ് ആയിരുന്നു. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു മച്ചി എന്നാൽ ഹീറോയെ ആക്കിയത്. ഹീറോയിൻ്റെ ഫ്രണ്ട് കൺഗ്രസ് മച്ചി എന്താ ബാമ ലവ് ചെയ്താൽ അവർക്കും ലവ് അവർക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഫ്ലാഷ് ബാക്ക് നോക്കാം. ഹീറോയി പറഞ്ഞു മാമ നിങ്ങളെന്നെ ലവ് ചെയ്യാം എനിക്ക് നിങ്ങളെ പിടിക്കുമെന്ന് 7 പേർക്ക് ഷോക്കായിരുന്നു. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനും എന്ത് ചെയ്യുന്നതിനെ ഫോളോ ചെയ്ത് എന്ത് കാര്യം എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി കോളേജിൽ വന്നായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നായിരുന്നു. അങ്ങനെ ഹീറോയി സ്റ്റൈലായിട്ട് നടന്നു വന്നായിരുന്നു. അങ്ങനെ അതെ സീനിയർ പറഞ്ഞ ബോയ് ഉണ്ടായിരുന്നു. ഓൾറെഡി പറഞ്ഞാൽ അവൻ പഠിക്കുമായിരുന്നു. അവന് ഹീറോയിനെ പഠിച്ചു കഴിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ സൈറ്റ് അടിക്കാൻ വന്നായിരുന്നു. അവനെ നോക്കുമ്പോൾ ഹീറോയിൻ ഇങ്ങനെ പോകുന്ന കണ്ട് പിടിച്ചു വെച്ച്. അർജുൻ സീനിയറാണോ? അയ്യോ സീനിയറാണോ? സീനിയർ എന്ത് പ്രശ്നവും ഇപ്പോൾ സീനിയറല്ല ഞാൻ എന്ന് പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ എന്ത് പ്രശ്നമെന്ന് പറഞ്ഞായിരുന്നു ഹീറോയിൻ. ഇല്ല പ്രിയ എനിക്ക് എന്നോട് കുറച്ച് സംസാരിക്കാറുണ്ട്. പറഞ്ഞോ സീനിയറാന്ന് പറഞ്ഞോ. ശരി നീ സീനിയറേ വിളിച്ചോ. എന്താ സീനിയർ പറഞ്ഞോ. ഇല്ല എനിക്കിനി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ജോബ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും മാരേജ് കഴിക്കാൻ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാമെന്നാണ് പറഞ്ഞാണ്. അതുകൊണ്ട് ഹീറോയി ചിറ്റിട്ട് പറയാം സോറി സീനിയർ എനിക്ക് അവളുടെ മാരേജായി സീനിയർ എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് സീനിയർ ഷോക്കായിരുന്നു. എന്താ സീനിയർ ചുമ്മാ വെറുതെ പറയുന്ന വെച്ച് പോയോ? അങ്ങനെ ഹീറോയിൻ പറഞ്ഞായിരുന്നു. ഹീറോയിൻ കഴുത്തിൽ താലി ഉണ്ടായിരുന്നു. അത് വെളിയിൽ വിട്ടായിരുന്നു. ഹീറോ ഷോക്കായിരുന്നു. ഞാൻ നമ്പല്ല കളവ് പറഞ്ഞത് ഞാൻ പറ്റിക്കന്നെ ഫ്രാങ്ക് എന്ന് പറഞ്ഞു. ഹീറോയിൻ പറയാൻ തുടങ്ങി സോറി സീനിയർ എന്നെ പ്രാങ്കല്ല സീരിയസ് സീനിയർ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറഞ്ഞ് അവിടുന്ന് പോയായിരുന്നു. സീനിയർക്ക് ഫോണായിരുന്നു. ശരി ഇപ്പം എനിക്ക് ലേറ്റായി എന്നാൽ സീനിയർ എവിടെ നിന്ന് പോയായിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞായിരുന്നു. കുറേ ഡേയ്സ് പറഞ്ഞ് ഹീറോയിൻ എന്നിട്ടായി അങ്ങനെയായിട്ട് പഠിച്ചായിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞായിരുന്നു. ഹീറോയിൻ പഠിച്ച് ഗ്രാജുവേറ്റ് ഡേ വന്നായിരുന്നു. ഹീറോയിൻ ഫൈനലാണ് പഠിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രാജുവേറ്റ് ആയിരുന്നു. പിന്നെ ഹീറോയിൻ പറഞ്ഞ ഹീറോയ്ക്ക് ബേബി ജനിച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ ചെളിയായിട്ട് ഫ്രണ്ട്സോടെ ഇറങ്ങി ചിരിച്ചിട്ട് വന്നായി. സീനിയർ വന്നായിരുന്നു. ബൊക്കെടുത്ത് പ്രപ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ സ്റ്റേജിലിരുന്ന് പറയാൻ തുടങ്ങി എല്ലാവർക്കും കേട്ടോളൂ. സീനിയറുടെ ഒന്ന് ചിരിച്ചാണ് എന്നെ സൈറ്റ് അടിക്കായിരുന്നു സീനിയർ എല്ലാവരും കേട്ടോ. ഹീറോ മുടിയെ കുറച്ച് ഇതാക്കി കുങ്കുമം കണ്ടു. കുങ്കുമം ഉണ്ടായിരുന്നു താലി ഉണ്ടായിരുന്നു. എല്ലാവരും കേട്ടോ. എനിക്ക് 7 പേർക്കും എനിക്ക് മാരേജായി. എല്ലാവർക്കും അറിയില്ലേ? അറിയുമെന്ന് എല്ലാവരും കറക്റ്റായിരുന്നു. ഇത് അർജുൻ ഷോക്കായിരുന്നു. മാരേജ് ആയാലും അറിയും. കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയായിരുന്നു. അത് മാത്രമല്ല എനിക്ക് മാരേജായി. അതുകൊണ്ട് ജിന്ന് സ്റ്റേജിലേക്ക് വന്നായിരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡാണ് എന്ന് പറഞ്ഞായിരുന്നു. ഇതെൻ്റെ ബേബീസാണ് അങ്ങനെ ഇത് പറയായിരുന്നു. എനിക്ക് മാരേജായി ബേബീസെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു ഹീറോയിൻ. അതുകൊണ്ട് എനിക്ക് മാരേജായി പറഞ്ഞു ഹീറോയിൻ ചേച്ചി സ്മൈൽ ചെയ്ത് പറഞ്ഞായിരുന്നു. ഓ കൺഗ്രസ് പറഞ്ഞു. ഞങ്ങൾ വരെ 7 പേരുണ്ട് സ്റ്റേജിലേക്ക് വന്നായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇവരെൻ്റെ മാമസാണ് പറഞ്ഞായിരുന്നു. ബാക്കി ദിവസത്തിലെല്ലാം പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും അറിയും എൻ്റെ മാരേജ് വീഡിയോസ്. അത് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ എന്നെ സെറ്റിൽ അയച്ചതായിരുന്നു. മാത്രമല്ല എനിക്കൊരു പിടിക്കുമായിരുന്നു. ചെറിയ പ്രായത്തിൽ എനിക്കൊരു പിടിക്കും. നമ്മൾ മാരേജ് പറഞ്ഞാൽ നമ്മൾ ലൈഫ് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇവരെന്നെ ലവ് ചെയ്താൽ ഒരാളെ മാരേജ് അയച്ചാൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ലൈഫ് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ മനസ്സിലായിരിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിൻ പറയായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവായിരുന്നു. അങ്ങനെ 7 വരെ എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ ഇവിടെ മാരേജ് അയച്ചു. അങ്ങനെയായിട്ട് ഹീറോയിനും പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. വാവ് ഹാൻസമായിട്ടുണ്ടല്ലേ അങ്ങനെ ഇനി അവരെ പറയായിരുന്നു. ഹീറോയിൻ അടുത്ത് പോയായിരുന്നു. അങ്ങനെ ക്ലാറിൻ്റെ അടുത്ത് പോയായിരുന്നു. അപ്പോൾ സീനിയർ ഓടി വന്ന് പറയാൻ തുടങ്ങി നീ ചുമ്മാ വെറുതെ പറയുന്നത്. എന്നെ കണ്ട പിന്നെ നീ പറയാൻ തുടങ്ങിയെന്ന് പറഞ്ഞു.
അങ്ങനെ 7 പേര് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല, സോറിപ്പാന്ന്. എനിക്ക് മാരേജായി, ബേബീസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ കയ്യിൽ 7 ബേബീസ് ഉണ്ടായിരുന്നു, ബോയ് ബേബിയാണ്. അത് മാത്രമല്ല ഹീറോയി പറയുന്നത്, സോറി സീനിയർ, എനിക്ക് അവരുടെ മാരേജായി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ഹീറോയി എവിടുന്ന് കാറിൽ കയറിയായിരുന്നു. 7 പേര് ഹീറോയിനെ വണ്ടിയിൽ കയറ്റി അവർ മുറച്ച് പോയായിരുന്നു. സീനിയർക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ സീനിയർക്ക് കുറച്ച് ഡൗട്ട് വന്നാൽ സീനിയർ പോയിട്ട് ചോദിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞ് മാരേജ് ആയിരുന്നു, അത് മദർ ഹസ്ബൻഡാണ്. അവർ ആരാണെന്ന് അറിഞ്ഞവർക്ക് പേടിയായിരുന്നു. അതെ, കോൾഡ് സിയോസ്, അതെ മാമ, നമ്പർ 1 ബിസിനസ് മാൻ. അത് മാത്രമല്ല അവർക്ക് അവർക്ക് അവർ പറഞ്ഞ അവർ വലിയ ബിസിനസ് മാൻ. അവർ വരെ കൈ വെച്ച്, അവർക്ക് പിടിച്ച സാധനം വരെ കൈ വെച്ച് അവർ വിടില്ല. കേട്ട് അർജുനക്ക് ന്യൂസ് കേട്ട് അർജുനക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുമാത്രം പിടിച്ച മതി അർജുനക്ക് അറിയായിരുന്നു മുകളിലിട്ട് വേറെ ലവ് ചെയ്യുക. അത് അവർ എപ്പോൾ ലവ് ചെയ്യുന്നു. അവർ വൈഫ് പറഞ്ഞ അവളെ ഭയങ്കര ക്യാരിങ് ചെയ്യും. അവർ ഗേൾസ് പറഞ്ഞ അവർ എത്ര ഗേൾസ് പറഞ്ഞ പ്രപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തില്ല. അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു. ഇത് കേട്ട് ഷോക്കായിരുന്നു. ഇതാണ് പറഞ്ഞാണ് ആ സെക്രട്ടറി പറഞ്ഞു, സാർ ഇതാ എനിക്ക് അറിഞ്ഞത്, ഇത് എനിക്ക് എങ്ങനെ അറിഞ്ഞു പറഞ്ഞ് അവരുടെ സെക്രട്ടറി സംസാരിക്കുക കേട്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്രട്ടറി സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലായി. ട്രാൻസ്ഫോർമേറ്റർ അതിൽ ആപ്പ് ഉണ്ട്, അതിൽ വൺസർ കേട്ടായിരുന്നു. അതെ, നമ്മൾ സാറ് എത്ര കഷ്ടപ്പെട്ടു വൺസർ ലവ് ചെയ്തു. അതുമാത്രമല്ല മാം ലവ് ചെയ്തിരുന്നു. അങ്ങനെ 2 പേര് ഒരു ഒന്നിപ്പിക്കാൻ എത്ര കഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ സംസാരിക്കും. ഇപ്പോൾ കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ഒരു ഗേൾ ബേബി ഉണ്ടായിരുന്നു. 1 വയസ്സായി. ഇപ്പോൾ ബേബീസ് എല്ലാവർക്കും 6 വയസ്സായി. 7 പേരും ഹീറോയി മുറിക്കായിരുന്നു. എന്താ മമ്മി, എന്താ അനിയത്തിനെ നന്നായിട്ട് നോക്കണം അറിഞ്ഞാൽ മമ്മിക്ക് കുറച്ച് കിച്ചണിൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നു. അങ്ങനെ 7 ബേബീസ് ആ ബേബിനെ നന്നായി ക്യാരിങ് ചെയ്യുന്നു. എന്താ ഇവിടെ നടക്കുന്ന ഡാഡി, ശബ്ദമൊന്നും ഉണ്ടാക്കണ്ട, ബേബി ഉറങ്ങുക എന്ന ബേബി മുറിക്കായിരുന്നു. ആറവനെ അയ്യയ്യോ ഈ കുട്ടി എന്നെ മുറിക്കുക, ശരി നോക്കിക്കോ എന്ന് പറഞ്ഞ് തൊട്ടിലാട്ടോ. 7 പേര് ഉറക്കമായിരുന്നു, പാട്ട് പാടി ആ കുട്ടി ഉറങ്ങിയായിരുന്നു. ഗേൾ ബേബിയാണ്. അങ്ങനെ 7 ബേബീസ് ആ ബേബി നന്നായിട്ട് കെയറിങ് ചെയ്യുക. എന്നെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹാപ്പി ആൻഡ് സ്റ്റോറി.